എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ ജീവിതത്തിൽ ഞാൻ 2 കാര്യങ്ങളെ ഭംഗിയായി ചെയ്തിട്ടുള്ളൂ. ആദ്യത്തേത് നല്ല സോൾജറായിരുന്നു എന്നതാണ്. ഈ മെഡലൊക്കെ അങ്ങനെ കിട്ടിയതാ. രണ്ടാമത്തെ കാര്യം, ഒരുപാട് യാത്രകൾ ചെയ്തിരുന്നു. യാത്രകൾ നമ്മളെ സ്വാധീനിക്കും. മറ്റൊരു ഭാഷ സംസാരിക്കുന്നിടത്തേക്ക് ചെല്ലുമ്പോൾ, പുതിയൊരു സ്ഥലത്ത് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ, പുതിയ മനുഷ്യർ, അവരുടെ പശ്ചാത്തലം, പുതിയ ഭക്ഷണം, ഇതൊക്കെ നമ്മളെ തന്നെ പുതുതാക്കിക്കൊണ്ടേയിരിക്കും. പിന്നെ ഹിമാലയം, അതൊരനുഭവമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ഇനി മഞ്ഞ് പെയ്തു തുടങ്ങും. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, യാത്രകൾ ഒരിക്കലും അവസാനിക്കാതിരുന്നെങ്കിൽ എന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നത് യാത്രയെ കൂടുതൽ മനോഹരമാക്കുന്നത് ഒരു റിട്ടേൺ ടിക്കറ്റാണ്, അല്ലേ? മടങ്ങി വരാനൊരു വീടോ പോയ വിശേഷങ്ങളൊക്കെ പറയാൻ ഒരാളോ ഇല്ലെങ്കിൽ ഇതിലൊന്നും ഒരർത്ഥവുമില്ല. പിന്നെ ഞാൻ ചെയ്യാത്ത ഒരു കാര്യമുണ്ട്. ഇതിനെപ്പറ്റി എവിടെയെങ്കിലും ഒന്ന് കുറിച്ചിടുക. ഒരു കാലത്ത് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം പകർന്നു നൽകുന്നത് ഈ ഓർമ്മകൾ മാത്രമായിരിക്കും. ആരോടെങ്കിലും വഴക്കിട്ടോ ഒഴിവാക്കാൻ വേണ്ടിയോ യാത്രകൾ ചെയ്യരുത്. ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ അമ്മയോട്. അവരാണെങ്കിൽ മിണ്ടാൻ വയ്യാത്ത ഒരു സ്ത്രീയായിരുന്നു. ജീവിതത്തിൽ ഒറ്റയ്ക്കായി പോയ ഒരാൾ. അവർക്ക് ഭാഗ്യമുണ്ടായിരുന്നതുകൊണ്ട് നേരത്തെ പോയി. അമ്മ എന്നോട് സംസാരിച്ചിരുന്നത് ഭക്ഷണത്തിലൂടെയായിരുന്നു. സ്കൂൾ വിട്ടു വരുമ്പോൾ ഞാൻ നേരെ ഓടിക്കയറുന്നത് അടുക്കളപ്പുറത്തേക്കാണ്. വിശന്നിട്ട് അവിടെ ഒരു പാത്രം അടച്ചു വെച്ചിട്ടുണ്ടാവും. അതിലുണ്ടാവുന്ന പലഹാരമാണ് അന്നത്തെ അമ്മയുടെ മൂഡ്. എരിവുണ്ടെങ്കിൽ നല്ല ദേഷ്യത്തിലാവും, മധുരമാണെങ്കിൽ ഭയങ്കര സ്നേഹവും, ഉപ്പ് കൂടുതലാണെങ്കിൽ കുറച്ച് പിണക്കവും. ചിലപ്പോൾ തുറന്നു നോക്കിയാൽ ഒന്നും ഉണ്ടാവില്ല. അന്നമ്മ മൊത്തം കരച്ചിലായിരിക്കും. അമ്മ മരിച്ചപ്പോൾ ഞാൻ കരഞ്ഞൊന്നുമില്ല കേട്ടോ. പക്ഷെ 1-2 വർഷം കഴിഞ്ഞ് ലൈഫിലെ ഏറ്റവും വലിയ സദ്യ കണ്ടപ്പോ ഞാൻ അമ്മയെ ഓർത്തു. ബെൽജിയത്ത് വെച്ച് ഒരു ഒഫീഷ്യൽ ഡിന്നർ. ലോകത്തുള്ള എല്ലാത്തരം വിഭവങ്ങളും അവിടെ മേശപ്പുറത്തുണ്ട്. പക്ഷെ എനിക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല അമ്മേനെ ഓർത്തിട്ട്. നോക്കുമ്പോ അവിടെ ഒരു സ്റ്റീൽ പാത്രം മൂടി അടച്ചു വെച്ചിട്ടുണ്ട്. തുറന്നു നോക്കിയപ്പോ തേങ്ങ കൊണ്ടുണ്ടാക്കിയ ഒരു പലഹാരം അമ്മ ഉണ്ടാക്കും പോലെ. ഞാനത് കഴിച്ചു. അത് മാത്രമേ കഴിച്ചുള്ളൂ. നല്ല മധുരമായിരുന്നു. അന്ന് എനിക്ക് തോന്നി, ഇടയ്ക്കൊക്കെ സ്വന്തം വീട്ടിലേക്കൊരു യാത്ര പോകായിരുന്നു. Travel a lot, but once in a while, travel back to your roots.